المدرسة الربانية كونوا ربانيين. ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഷിർക്കിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രവർത്തികളിൽ സംഭവിക്കുന്ന ഷിർക്കുണ്ട്, വാക്കുകളിൽ സംഭവിക്കുന്ന ഷിർക്കുണ്ട്, അതേപോലെ തന്നെ ഉദ്ദേശങ്ങളിലും നെയ്യത്തുകളിലും ഉണ്ടാകുന്ന ഷിർക്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഇനമായ പ്രവർത്തികളിൽ സംഭവിക്കുന്ന ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ചത്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അത് കടന്നുവരുന്ന ചില മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിനുശേഷം മുസന്നിഫ് റഹ്മഹുല്ല പറയുകയാണ്, വഖദ് ഹമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാനിബത്ത് തൗഹീദി അഅ്ദമ ഹിമായത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിൻ്റെ വശത്തെ, തൗഹീദിൻ്റെ കാര്യത്തെ വളരെ ഗൗരവപ്പെട്ട നിലയിൽ അതിനെ സംരക്ഷിച്ചു നിർത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഷിർക്ക് സംഭവിക്കാതിരിക്കാൻ, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിനെ സംരക്ഷിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. ഹത്ത ഏതുവരെ എന്നാൽ അതിനൊരു ഉദാഹരണം പറയുകയാണ്. ഹത്ത നഹ അൻ സ്വലാത്തി തതവ്വുഇ ലില്ലാഹി സുബ്ഹാനഹു ഇൻദ തുലൂഇ ശംസി വ ഇൻദ ഗുറൂബിഹ. ഏതുവരെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി തതവ്വുആയിട്ട് നഫ്ലൻ നിലയിൽ നമസ്കരിക്കുന്നതിന് വരെയും തടഞ്ഞു. എപ്പോൾ? സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും. സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല എന്ന് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനാണത്? ലി അല്ലാ യകൂന ദരീഅതൻ ഇല തശബ്ബുഹി ബിഉബാദി ശംസി അല്ലദീന യസ്ജുദൂന ലഹാ ഫി ഹാതൈനിൽ ഹാലതൈൻ. ഈ രണ്ട് സമയത്ത് സൂര്യനെ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? സൂര്യന് സുജൂദ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് അവരുമായി ഒരു മുശാബഹത്ത് ഉണ്ടാകരുത്, ഒരു സാദൃശ്യം ഉണ്ടാകരുത്, അതിലേക്കുള്ള ഒരു വഴി തുറന്നരുത് എന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സമയങ്ങളിൽ നിരുപാധികം നഫിൽ നമസ്കരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയുണ്ടായി.
വസദ്ദ ദരീഅത ബിഅൻ മനഅ സ്വലാത ബഅദൽ അസ്രി വസ്സുബ്ഹ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ നമസ്കാരത്തിന് ശേഷവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും നമസ്കരിക്കുന്നതിനെയും എന്ത് ചെയ്തു? തടയുകയുണ്ടായി. എന്തിനാണ്? ലിത്തിസ്വാലി ഹാദൈനിൽ വഖതൈനി ബിൽ വഖതൈനി ലദൈനി യസ്ജുദുൽ മുശ്രികൂന ഫീഹിമാ ലിശംസ്. മുശ്രിക്കീങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന ആ സമയവുമായി ഇതിന് ബന്ധമുണ്ട് എന്നുള്ള കാരണത്താൽ ഈ സമയത്തല്ല അവർ സുജൂദ് ചെയ്യുന്നത്. അവർ സുജൂദ് ചെയ്യുന്നത് അസ്തമനത്തിന്റെയും ഉദയത്തിന്റെയും സമയത്താണ്. എങ്കിലും ആ സമയവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, അതിനോട് ചേർന്ന് കിടക്കുന്ന സമയമാണ് എന്നുള്ളതിനാൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? മുത്ലഖൻ നിരുപാധികം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിനെ വരെയും എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. കാരണം ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം, ഇവൻ സൂര്യനാണ് സുജൂദ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണ കൊണ്ടായേക്കാം എന്നുള്ള കാരണത്താൽ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരോധിക്കുകയുണ്ടായി. അപ്പോ അമ്മ സുജൂദ് ലിഗൈരില്ലാ ഫഖാൽ, അപ്പോ ഫിഅലിയായ സുജൂദുകളെ ഫിഅലിയായ രീതിയിൽ സംഭവിക്കുന്ന പ്രാവർത്തിക തലത്തിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ശിർക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സുജൂദ് ചെയ്യുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നുള്ളത് ലാ യംബഗി ലി അഹദിൻ അൻ യസ്ജുദ ലി അഹദിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആർക്കും തന്നെ സുജൂദ് ചെയ്യുക എന്നുള്ളത് ആർക്കും പാടില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് കാണാം. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹു അല്ലാത്ത ആർക്കും തന്നെ സുജൂദുകൾ അർപ്പിക്കാൻ പാടില്ല. ഇവിടെ ലാ യംബഗി ലി അഹദിൻ, ആർക്കും തന്നെ പാടില്ലാത്തതാകുന്നു. അത് തീരെ പാടില്ലാത്ത, ശരിയാകാത്ത ഒരു കാര്യമാണ്. ലാ യംബഗി എന്നുള്ളതാ ഈ പ്രയോഗം ഫി കലാമില്ലാഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലദീ ഹുവ ഫി ഗായത്തിൽ ഇംതിനാഇ ശർഅ, ശർഇലെ അങ്ങേയറ്റത്തെ വിലക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രീതിയിലും അത് അനുവദിക്കപ്പെട്ടതല്ല എന്നുള്ളതായ വിലക്കിനെ സൂചിപ്പിക്കാനാണ് ലാ യംബഗി, ഒരിക്കലും പാടില്ലാത്തതാണ് എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രയോഗം കൊണ്ടുവരുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സന്തതിയെ സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു. അവിടെ വമാ യംബഗി എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച കാര്യമല്ല, ഒരിക്കലും സംഭവ്യമായ കാര്യമല്ല. മറ്റൊരായത്തിൽ കാണാം വമാ അല്ലംനാഹു ശഅറ വമാ യംബഗി ലഹു, നാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചേർന്നതല്ല, പാടില്ലാത്തതാണ്. അപ്പൊ അങ്ങേയറ്റം പാടില്ലാത്ത കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ള അർത്ഥത്തിനാണ്. അതേപോലെ വീണ്ടും അള്ളാഹു പറയുന്നത് കാണാം വമാ തനസ്സലത് ബിഹി ശയാത്വീൻ വമാ യംബഗി ലഹും, ഈ പരിശുദ്ധ ഖുർആനുമായി ശൈത്വാന്മാർ ഇറങ്ങിയിട്ടില്ല, അതവർക്ക് ചേർന്നതല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതീർണമാകുന്നതാണ്. ശൈത്വാൻ അതിനെ സമീപിക്കുക എന്നുള്ളത് തന്നെ പറ്റാത്ത കാര്യമാണ്. അതേപോലെ മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ, അവനെ കൂടാതെയുള്ളതായ വലിയകളെ നാം സ്വീകരിക്കുക എന്നുള്ളത് അവന് പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ളതായ ഈ പ്രയോഗം അങ്ങേയറ്റത്തെ നിരോധനത്തിന് വേണ്ടിയിട്ട്, വിലക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു? മുമ്പ് സൂചിപ്പിച്ച ഇബാറാത്തുകളിൽ പറഞ്ഞതുപോലെ ഖബറുകളുടെ മുന്നിലും അതേപോലെ തന്നെ പല സൃഷ്ടികളുടെയും മുന്നിൽ സുജൂദുകൾ അർപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ധാരാളമായിട്ട് സംഭവിക്കുന്ന പ്രവർത്തിക തലത്തിൽ ഫിഅലിയായി നടക്കുന്ന ഷിർക്കുകളിൽപ്പെട്ടതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയുന്നത് കാണാം. അദ്ദേഹം ഒരു യാത്രയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആ യാത്രാവേളയിൽ ചില രാജാക്കന്മാരെ കണ്ടു. ആ രാജാക്കന്മാർക്ക് അവിടെയുള്ള ആളുകൾ സുജൂദ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ ആണല്ലോ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത്, രാജാക്കന്മാർക്ക് അർപ്പിക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലാണല്ലോ ഏറ്റവും
അനുയോജ്യമായത്. അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് അർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ യംബഗി ലി അഹദിൻ അൻ യസ്ജുദ ലി അഹദിൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, സുജൂദ് ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് പാടില്ലാത്ത കാര്യമാണ്. വേറെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ലാ യസ്ലുഹു ലി ബശറിൻ അൻ യസ്ജുദ ലി ബശറിൻ, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് പാടില്ല. വലൗ സ്വലഹ ലി ബശറിൻ അൻ യസ്ജുദ ലി ബശറിൻ, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് അനുവദിക്കപ്പെട്ട നല്ല കാര്യമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യയോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. മിൻ അഅ്ളമി ഹഖ്ഖിഹി അലൈഹ, അദ്ദേഹത്തോട് ഈ സ്ത്രീക്ക് ഉള്ളതായ അങ്ങേയറ്റത്തെ കടപ്പാടുകൾ കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ സുജൂദുകൾ അർപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, ശിർക്കിൽപ്പെട്ടതാണ്. അതിനുശേഷം വീണ്ടും ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്, വമിന ശിർക്ക് ബിഹി സുബ്ഹാനഹു അശ്ശിർക്കു ബിഹി ഫിൽ ലഫ്ള്, ലഫ്ളിയായി വാചകങ്ങളിൽ സംഭവിക്കുന്ന ശിർക്കാണ് അടുത്തതായിട്ട് വിശദീകരിക്കുന്നത്. വാചകങ്ങളിൽ സംഭവിക്കുന്നതായ ശിർക്ക് ഇതേപോലെ ശിർക്കിൽപ്പെട്ടതാണ്. അതേതുപോലെയാണ് കൽ ഹലിഫി ബിഗൈരി, അല്ലാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്യലാണ്. അല്ലാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇത് ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയുന്ന വലിയ ശിർക്കിൽപ്പെട്ടതല്ല, എന്നാൽ ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. വഹുവ മിന ശിർക്കിൽ അസ്ഗരി, ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വലിയ ശിർക്കിലേക്ക് എത്താം. ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയുന്ന വലിയ ശിർക്കിലേക്ക് വരെയും എന്ത് ചെയ്യാം, എത്താൻ സാധ്യതയുണ്ട്. ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം, ഇൻ സ്വാഹിബ ദാലിക തഅദീമു ലിൽ മഖ്ലൂഖ് ബിഹി കതഅദീമില്ലാ ഔ അഷദ്ദ. ഇങ്ങനെ ഒരാൾ സത്യം ചെയ്യുമ്പോൾ സത്യം ചെയ്യപ്പെടുന്ന ആ വ്യക്തി അത് അള്ളാഹുവിന് കൊടുക്കുന്ന ബഹുമാനത്തെ പോലെ അവന് ബഹുമാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഫഹാദിഹി മിന ശിർക്കിൽ അക്ബർ, അത് വലിയ ശിർക്കിൽ പെടും. ഇതും നമ്മുടെ നാടുകളിൽ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ വേറൊരാളുടെ അടുക്കൽ സത്യം ചെയ്തു, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം സത്യം ചെയ്യുന്ന കളവായ കാര്യമാണ്. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സ്വാലിഹായ വ്യക്തിയെ പിടിച്ച് സത്യം ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ ഇത് കളവാണെന്ന് ബോധ്യമുള്ള ഈ മനുഷ്യന് വല്ലാതെ കോപിച്ചു, ദേഷ്യപ്പെട്ടു. അള്ളാഹുവിനെ കൊണ്ട് കളവ് സത്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായില്ല. നേരെ മറിച്ച് ഈ സ്വാലിഹായ വ്യക്തിയെ മുൻനിർത്തി സത്യം ചെയ്തപ്പോൾ ഇത് കളവാണ് സത്യം ചെയ്യുന്നത്. അപ്പോൾ കൂടെ നിന്ന ആൾ എന്ത് ചെയ്യണം, അത് ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ്. അപ്പോൾ അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യും, നീ പറയുന്ന കാര്യം കളവാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയും. ഈ മരണപ്പെട്ടു പോയിരിക്കുന്ന ഈ സ്വാലിഹായ വ്യക്തി നീ പറയുന്ന കളവ് തിരിച്ചറിയില്ലേ, എങ്ങനെയാണെന്ന് അവനെ വെച്ചിട്ട് സത്യം ചെയ്യുന്നത് എന്നത് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് കൊടുക്കാത്ത താഴ്തിയും അള്ളാഹുവിന് കൊടുക്കാത്ത ബഹുമാനം, അതിനേക്കാൾ അപ്പുറത്തെ ബഹുമാനാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് കേവലം ചെറിയ ശിർക്കല്ല, വലിയ ശിർക്ക്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു കളയുന്ന വലിയ ശിർക്കിൽപ്പെടും എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന പോലെ കമാ റവാഹു അഹ്മദു വ അബൂ ദാവൂദ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക്, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവനെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ലാ തഹലിഫു ബി ആബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത്. ചില കുട്ടികളുടെ എല്ലാം ഇടയിൽ വ്യാപകമായിട്ട് നടക്കുന്ന കാര്യമാണ്, വാപ്പയാണ് സത്യം അല്ലെങ്കിൽ ഉമ്മയാണ് സത്യം എന്നെല്ലാം അറിവില്ലായ്മ കൊണ്ട് പല സ്ഥലങ്ങളിലും ചില നാടുകളിൽ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഹലിഫു ബി ആബായിക്കും വലാ ബി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉപ്പമാരെയോ ഉമ്മാമാരെയോ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല.
മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്, ആർക്കെങ്കിലും സത്യം ചെയ്യണമെങ്കിൽ അതിന്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ലഫ്ളുകളിൽ സംഭവിക്കുന്ന, വാക്കുകളിൽ സംഭവിക്കുന്ന ഷിർക്കിൽപ്പെട്ടതാണെന്ത്? അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ട് ചെയ്യുക, സത്യം ചെയ്യുക, സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുക. അത് പൊതുവെ കേവലം സംഭവിച്ചു പോകുന്നതാണ് എങ്കിൽ അത് എന്തിൽപ്പെട്ടതാണ്? സാധാ ചെറിയ ഷിർക്കിൽപ്പെട്ടതാണ്. അതല്ല, ഇങ്ങനെ സത്യം ചെയ്യപ്പെടുന്ന വ്യക്തിയെ അള്ളാഹുവിന് കൊടുക്കുന്ന താളീമ് മനസ്സിൽ കൊടുത്തുകൊണ്ടാണ്, അതിനേക്കാൾ അപ്പുറത്തെ താളീമ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് സത്യം ചെയ്യപ്പെടുന്നത് എങ്കിൽ എന്തായി മാറും? അത് വലിയ ഷിർക്കുമായി തീരുന്നതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വമിൻ ദാലിക ഖൗലുൽ ഖായിലി ലിൽ മഖ്ലൂഖി, ഇതേപോലെ ലഫ്ളിൽ സംഭവിക്കുന്ന ഷിർക്കുകളിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ഒരു സൃഷ്ടിയോട് പറയുക, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅത, താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറയുക. ഇതും ലഫ്ളിൽ സംഭവിക്കുന്ന ഷിർക്കിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ്? ചെറിയ ഷിർക്കിൽപ്പെട്ടതാണ്. ഇവിടെയും വലിയ ഷിർക്കിലേക്ക് അത് കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സവ്വാ ബൈന മശീഅത്തിൽ മഖ്ലൂഖി വ മശീഅത്തിൽ ഖാലിഖ്, ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ മശീഅത്തിനെ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ ഒരു സൃഷ്ടിയുടെ ഉദ്ദേശത്തോട് സമപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് എന്താണ്? അത് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ ഒരു സൃഷ്ടിയുടെ ഉദ്ദേശത്തോട് തുല്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത് പാടില്ല. എന്നാൽ ഇതുപോലുള്ളതായ പദങ്ങൾ പലപ്പോഴും ധാരാളം വരലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളോട് അങ്ങനെ പറയുമ്പോൾ അത് പാടില്ല. അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ സൃഷ്ടിയുടെ ഉദ്ദേശത്തോട് സാമ്യപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ പറയുന്നത് എന്താണ്? അവർ പറയും, ലം അഖ്സുദ് ഹാദാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശത്തെയും സൃഷ്ടികളുടെ ഉദ്ദേശത്തെയും സമപ്പെടുത്തുക എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാണ് എന്ന് പൊതുവെ ആളുകൾ പറയും. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത് കാണാം. ലൗ ഖസദ്ത ഹാദാ, ഉദ്ദേശിക്കാതെ വെറുതെ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. എന്നാൽ നീ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, അതായത് ഉദ്ദേശിക്കാതെ പറഞ്ഞാൽ തന്നെ എന്താണ്? അത് പാടില്ലാത്തതാണ്. വാക്കുകളിൽ അങ്ങനെ സംഭവിച്ചുകൂടാ. അങ്ങനെ സംഭവിച്ചാൽ അതാണ് ചെറിയ ഷിർക്ക്. എന്നാൽ ലൗ ഖസദ്ത ഹാദാ, നീ ഇനി അത് ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നതെങ്കിലോ, എന്ത്? ഹത്താ ലൗ ലം തതലഫദ് ബിഹി, നീ അത് പറഞ്ഞിട്ടില്ല എങ്കിലും, നീ നിന്റെ വാക്കുകൊണ്ട് സംസാരിച്ചിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? അങ്ങനെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെയും സൃഷ്ടികളുടെ ഉദ്ദേശത്തെയും സമപ്പെടുത്താം, അത് തുല്യമാണ് എന്നുള്ള ഉദ്ദേശം നിനക്കുണ്ട് എങ്കിൽ, ലൗ ഖസദ്ത ഹാദാ യഅനി ഇഅതഖദ്ത അന്ന മശീഅത്തുൽ മഖ്ലൂഖി മുസാവിയത്തുൻ ലിമശീഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശവും അതേപോലെ തന്നെ സൃഷ്ടികളുടെ ഉദ്ദേശവും തുല്യമാണ് എന്നുള്ള ഉദ്ദേശം നിനക്കുണ്ട് എങ്കിൽ ഫഹാദാ ശിർക്കുൻ അക്ബർ, അതെന്തായി മാറും? അത് വലിയ ശിർക്കാണ്. അപ്പൊ അത് മനഃപൂർവ്വമാണ്, ഉദ്ദേശിച്ചിട്ടാണ് പറയുമെങ്കിൽ അത് വലിയ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കാര്യമാണ്. എന്നാൽ ഉദ്ദേശിക്കാതെ സംഭവിച്ചു പോയി, അതിനാണെന്ത് പറയുന്നത്? ചെറിയ ശിർക്ക് ആയിട്ട് ഗണിക്കപ്പെടുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. വാക്കുകൾ സംസാരിക്കുമ്പോൾ നല്ല പരിശീലനം തന്നെ വേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത ഇതുപോലുള്ള പ്രയോഗങ്ങൾ സംസാരിക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യണം? നല്ല സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത്, പരിശീലനം നേടിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും എന്ത് ചെയ്യലുണ്ട്? ഇതുപോലുള്ളതായ ഇതോ അതിന് തുല്യമായ വാക്കുകളോ സംഭവിച്ചു പോക്കുണ്ട്. അത് പാടില്ലാത്തതാണ്. അപ്പോ ഇത് ചെറിയ ശിർക്കിൽപ്പെട്ട കാര്യമാണ്. കഖൗലിഹി കമാ സബത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസ് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്. അപ്പോൾ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അള്ളാഹുവിനെ എന്നെ സമനാക്കിയിരിക്കുകയാണോ, തുല്യനാക്കിയിരിക്കുകയാണോ, പകരക്കാരനാക്കിയിരിക്കുകയാണോ എന്ന് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുൽ മാഷാ അല്ലാഹു വഹദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയ് എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ മാഷാ അല്ലാഹു സുമ്മ ശിഅത, അള്ളാഹു ഉദ്ദേശിക്കുകയും പിന്നീട് താങ്കൾ ഉദ്ദേശിക്കുകയും ചെയ്താൽ എന്ന് പറയ് എന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ടിരിക്കുന്ന കാര്യമാണ്.
അള്ളാഹുവിന് നിദ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ കാര്യമാണ്. അപ്പൊ ഈ ഒരു വാക്ക് മുഖേന അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകരക്കാരനാക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, തിരിച്ച് പറഞ്ഞത്. അപ്പൊ അത്രയും ഗൗരവം ഈ വിഷയത്തിനുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിനൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ഹാദാ മഅ അന്നല്ലാഹ ഖദ് അസ്ബത ലിൽ അബ്ദി മശീഅതൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് മശീഅത്തിനുള്ള കഴിവുണ്ട്, ഉദ്ദേശിക്കാനുള്ള കഴിവുണ്ട് എന്ന് അള്ളാഹു സ്ഥിരപ്പെടുത്തി നൽകുന്നുണ്ട്. അതിനോടുകൂടെയാണ് ആളുകൾക്ക് തീരുമാനിക്കാനും ഉദ്ദേശിക്കാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോൾ ഈ ഉദ്ദേശിക്കുക എന്നുള്ളത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് കൂടിയാണ് എന്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിലക്കിയത്. ഏതുപോലെ കഖൗലിഹി, അള്ളാഹുവിന്റെ വാക്യം പോലെ, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ നിന്ന് ചൊവ്വായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്ന് എന്ത് ചെയ്യുന്നവൻ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പോ മഷീഅത്ത്, ഉദ്ദേശം എന്നുള്ളത് ആർക്ക് പറഞ്ഞ കാര്യമാണ്, മനുഷ്യന്മാർക്ക് കഴിയുന്ന കാര്യമാണ്. എന്നിട്ട് കൂടി അള്ളാഹുവിന്റെ മഷീഅത്തിനോട് സൃഷ്ടികളുടെ മഷീഅത്തിനെ ചേർത്ത് പറയുന്നതിന് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. എന്നിട്ട് ഇമാം അവർ ചോദിക്കുകയാണ്, ഫകൈഫ ബിമൻ യഖൂൽ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരാളുടെ വർത്തമാനം, അവൻ പറയുന്നു, അന മുതവക്കിലുൻ അലല്ലാഹി വഅലൈക്, ഞാൻ അള്ളാഹുവിന്റെ മേലും നിന്റെ മേലും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിനെയും നിന്നെയും ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവന്റെ വാക്കിന്റെ കാര്യം എന്താണ്? മഷീഅത്ത് സൃഷ്ടികൾക്ക് പറ്റുന്ന കാര്യമാണ്. എന്നാൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടേണ്ടവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനാണ് എന്ത് ചെയ്യേണ്ടത്, അള്ളാഹുവിനോടാണ് കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സൃഷ്ടികൾക്ക് തീരെ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞവരുടെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ വഅന ഫീ ഹസ്ബില്ലാഹി വഹസ്ബിക്, എനിക്ക് അള്ളാഹുവും താങ്കളും മതി എന്ന് പറയുക, എനിക്ക് അള്ളാഹുവും താങ്കളും മതി എന്ന് പറയുക, അള്ളാഹുവും പിന്നെ താങ്കളും എനിക്ക് മതി എന്ന് പറയുക. എനിക്ക് മതിയായവനാണ്, അള്ളാഹുവും താങ്കളും എനിക്ക് മതിയായവനാണ്, അതെനിക്ക് മതി എന്ന് പറയുക. ഇതും അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുക്കല്ലാഹ്, അള്ളാഹു പറയാണ് പരിശുദ്ധ ഖുർആനിൽ, അല്ലയോ നബിയായവരെ താങ്കൾക്ക് അള്ളാഹു മതിയായവനാണ്. അപ്പൊ മതിയായവനായിട്ട് ഉള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. എനിക്ക് അള്ളാഹുവും താങ്കളും മതി എന്ന് പറഞ്ഞാൽ അത് അപകടം പിടിച്ചതാണ്. ഇത് അള്ളാഹുവിന് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വമാലി ഇല്ലല്ലാഹു വ അൻത, അള്ളാഹുവും താങ്കളുമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയുക എന്നുള്ളത്. അള്ളാഹുവും താങ്കളുമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ്. ഇത് പറ്റാബദ്ധമാണ്. ഇന്ന് അതിനേക്കാളും അപ്പുറത്തായി. ഇത് എനിക്ക് അള്ളാഹുവും താങ്കളും മതി, അല്ലെങ്കിൽ അള്ളാഹുവും താങ്കളുമല്ലാതെ വേറെ ആരും എനിക്കില്ല എന്ന് പറയുന്നത് തന്നെ പറ്റൂല. അപ്പൊ പിന്നെ ഒരാൾ പറയാണ്, എനിക്ക് താങ്കളല്ലാതെ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. അന്ന് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. വളരെ വൈറലായ ചില വീഡിയോകൾ കാണാം. എന്താണ്, ഞങ്ങളെ കൈവടിയല്ലേ, അങ്ങല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല എന്ന് അള്ളാഹുലേക്ക് വരെ എന്ത് ചെയ്യുന്നില്ല, ചേർക്കുന്നില്ലാതെ ആളുകൾ ഏതെങ്കിലും കബറടക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല, ഞങ്ങൾ കൈവടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ കൂടെ തന്നെ വേറൊരാൾ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവും താങ്കളും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് തന്നെ പറയാൻ പാടില്ല. അപ്പൊ പിന്നെ അങ്ങല്ലാതെ വേറെ ആരും ഞങ്ങൾക്കില്ല എന്ന് സൃഷ്ടികളോട് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താ? എത്ര ഗുരുതരമായ കാര്യമാണ്. വഹാദാ മിനല്ലാഹി വമിൻക, ഇത് അള്ളാഹുവിൽ നിന്നും നിന്നിൽ നിന്നുമുള്ളതായ ഒരു അനുഗ്രഹമാണ്. ഇത് അള്ളാഹുവിൽ നിന്നും താങ്കളിൽ നിന്നുമുള്ള എനിക്ക് ലഭിച്ചിരിക്കുന്നതാണ് എന്ന് പറയുക. ഇങ്ങനെ പറയുക എന്നുള്ളതും പാടില്ലാത്തതാണ്. വഹാദാ മിൻ ബറകാത്തില്ലാഹി വ ബറകാതിക്, ഇത് അള്ളാഹുവിന്റെയും താങ്കളുടെയും ബറക്കത്തിൽ നിന്ന് ഉള്ളതാണ്. വല്ലാഹു ലീ ഫിസ് സമാഇ വ അൻത ഫിൽ അർദി, അള്ളാഹു എനിക്ക് ആകാശത്തുണ്ട്, നീ എനിക്ക് ഭൂമിയിലുമുണ്ട് എന്ന് പറയുക. ഔ യഖൂൽ, അല്ലെങ്കിൽ പറയുക, വല്ലാഹി വ ഹയാതി ഫുലാനിൻ, അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ ഇന്നയാളുടെ ജീവിതം തന്നെ സത്യം
ഔ യഖൂൽ നദ്റൻ ലില്ലാഹി വലി ഫുലാനിൻ, അള്ളാഹുവിനും ഇന്ന വ്യക്തിക്കും നേർച്ചയായിട്ട്, വ അന തായിബുൻ ലില്ലാഹി വലി ഫുലാനിൻ, ഞാൻ അള്ളാഹുവിനോടും ഇന്ന വ്യക്തിയോടും തൗബ ചെയ്യുന്നു. ഔ അർജുല്ലാഹ ഫുലാനൻ, ഇന്നയാളെയും അള്ളാഹുവിനെയും ഇന്നയാളോടും ഞാൻ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. വനഹു ദാലിക്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിലക്കിയത് മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞതിനെയാണ്. എന്നാൽ അത് ഈ മഷീഅത്താകട്ടെ ആർക്ക് സാധിക്കുന്നതാണ്? സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിലക്കി. അപ്പോൾ ഈ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫവാസിൻ ബൈന ഹാദിഹിൽ അൽഫാദി വബൈന ഖൗലിൽ ഖായിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരിക്കുന്ന ആ മനുഷ്യന്റെ വാക്കും അതേപോലെ തന്നെ ഈ ലഫ്ളുകളും ഒന്നെന്ത് ചെയ്യ്, നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്ക്. മാഷാ അല്ലാഹു വശിഅത എന്നതും എന്നുള്ള വാക്കും സുമ്മൻദുർ അയ്യുഹുമാ അഫ്ഹഷ്, എന്നിട്ട് നോക്ക് ഇതിൽ ഏത് വാക്കാണ് ഏറ്റവും മോശപ്പെട്ട വാക്ക്. മാഷാ അല്ലാഹു വശിഅത എന്ന വാക്യത്തെക്കാൾ ഏറ്റവും മോശപ്പെട്ടതാണെന്ത്? ശേഷം പറയപ്പെട്ടിരിക്കുന്ന ഈ വാക്യങ്ങൾ. യതബയ്യൻ ലക അന്ന ഖായിലഹാ ഔലാ ബിജവാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഖായിലി തിൽക്കൽ കലിമ. മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അതിനേക്കാൾ ഈ മറുപടിക്ക് ഏറ്റവും അർഹരായവർ ഏതാണ്? ഈ ശേഷം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പറഞ്ഞ ആളുകൾക്കാണ് എന്താണ് അജഅൽതനി ലില്ലാഹി നിദ്ദ എന്ന മറുപടിക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. വഅന്നഹു ഇദാ കാന ഖദ് ജഅലഹു നിദ്ദൻ ലില്ലാഹി ബിഹാ, ഇവിടെ വഅന്നഹു ഇദാ കാന ഖദ് ജഅലഹു നിദ്ദൻ ലില്ലാഹി ബിഹാ, ആ മനുഷ്യൻ എന്താണ് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വാക്യത്തിലൂടെ സമനാക്കുകയാണ് ചെയ്തത്. ആ മനുഷ്യൻ എന്താണ് ചെയ്തത്? ഈ വാക്യത്തിലൂടെ അള്ളാഹുവിന്റെ മഷീഅത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഷീഅത്തിനെയാണ് എന്ത് ചെയ്തത്? തുല്യപ്പെടുത്തിയത്. എന്നാൽ ഫഹാദ ഈ പറയുന്ന ആളുകളോ ഖദ് ജഅല മൻ ലാ യുദാനി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാര്യത്തിലും അയൽപക്കത്ത് പോലും വരാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു പോലും വെക്കാൻ പറ്റാത്ത ആളുകളെയാണ് ഇവരെന്ത് ചെയ്യണത്? സമന്മാരാക്കുന്നത്. എന്നല്ല ബൽ ലഅല്ലഹു അൻ യകൂന മിൻ അഅദാഇ, ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളിൽപ്പെട്ട, അള്ളാഹുവിന്റെ വരെയും ശത്രുക്കളിൽപ്പെട്ട, നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, മദ്യപിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, തനി ബോഷ്കുകൾ ചെയ്തുകൊണ്ട് നടക്കുന്ന പല ആളുകളെയുമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആളുകൾ അള്ളാഹുവിന് സമമായിട്ട് വയ്ക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ മഷീഅത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഷീഅത്തിനെ ചേർത്തപ്പോൾ എന്ത് ചെയ്തു? കഠിനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തു. എന്നാൽ ശേഷം പറയപ്പെട്ട വാക്കുകൾ പലപ്പോഴും അള്ളാഹുവിനോട് തവക്കലാക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ബന്ധവുമില്ലാത്ത, ദീനുമായിട്ട് വരെയും ബന്ധമില്ലാത്ത ആളുകളുടെ മേൽ എന്ത് ചെയ്യുന്നു? ആളുകൾ ഈ പറയുന്ന രീതിയിലുള്ള തവക്കുലാക്കുകയും അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് മതിയായവരാണ് എന്ന് പറയും. ഇതുപോലുള്ളതായ അപകടം പിടിച്ച വാക്കുകൾ പറയുന്നത് എത്ര മോശമാണ്. നിദ്ദൻ ലി റബ്ബിൽ ആലമീൻ, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സമമാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് കൂടുതൽ അപകടം പിടിച്ചതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, അപ്പൊ സുജൂദ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ വൽ ഇബാദത്തു, ഇബാദാത്തുകൾ അർപ്പിക്കല്, വത്തവക്കുൽ ഭരമേൽപ്പിക്കൽ, വൽ ഇനാബത്തു ഖേദിച്ചു മടങ്ങൽ, വത്തഖ്വ അതേപോലെ തന്നെ തഖ്വ ചെയ്യൽ, വൽ ഖശിയത്തു ഭയമുണ്ടാവുക എന്നുള്ളത്, വത്തഹസ്സുബു അള്ളാഹുവിനെ മാത്രം മതിയായവനായി സ്വീകരിക്കുക എന്നുള്ളത്, വത്തൗബത്തു തൗബ ചെയ്യുക എന്നുള്ളത്, വന്നദ്റു നേർച്ചകൾ അർപ്പിക്കൽ, വൽ ഹലിഫു സത്യം ചെയ്യൽ, വത്തസ്ബീഹു വത്തക്ബീറു വത്തഹ്ലീലു വത്തഹ്മീദ് സുബ്ഹാനല്ലാഹ് പറയൽ, അല്ലാഹു അക്ബർ അല്ലെങ്കിൽ തസ്ബീഹുകൾ പറയല്, തക്ബീറുകൾ പറയല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്, തഹ്മീദ് പറയല്, വൽ ഇസ്തിഗ്ഫാറുകൾ, ഇതെല്ലാം ഇബാദത്തുകളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇബാദത്തുകളുടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. അതേപോലെ വഹൽഖുർ റഅസി ഖുദൂഅൻ വതഅബ്ബുദൻ, താഴ്മയോടെ ആരാധന എന്നുള്ളതായ അർത്ഥത്തിൽ തലമുണ്ഡനം ചെയ്യൽ, ഹാജിമാരും ഉംറ ചെയ്യുന്ന ആളുകളും ചെയ്യുന്നത് പോലെ. അതേപോലെ തവാഫു ബിൽ ബൈത്ത്, ബൈത്തിൽ പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്യല്, ദുആ കുല്ലു ദാലിക മഹദു ഹഖില്ല, ഇതെല്ലാം തന്നെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന ഹക്കാണ്.
ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ്. ലാ യസ്ലുഹു വലാ യംബഗി ലിസിവാഹു, അള്ളാഹു അല്ലാത്ത ആർക്കും ഇതൊന്നും ഉണ്ടാവൂല, യോജിക്കുകയില്ല, അനുയോജ്യമായി തീരുകയില്ല, പാടില്ലാത്തതാണ്. അത് മിൻ മലക്കിൻ മുഖറബിൻ വലാ നബിയിൻ മുർസലിൻ, ഏതെങ്കിലും മലക്കിനാകട്ടെ മുർസലുകൾക്കാകട്ടെ അയക്കപ്പെട്ട നബിമാർക്കാകട്ടെ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറയുന്ന ഇബാദാത്തുകളിൽ ഒന്നും തന്നെ സമർപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വഫി മുസ്നദിൽ ഇമാമി അഹ്മദ് അന്ന റജുലൻ ഉത്തിയ ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു. ഖദ് അദ്ന ബദംബൻ, അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരു പാപം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫലമ്മ വഖഫ ബൈന യദൈ, നബിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോ ഖാൽ അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക് വലാ അതൂബു ഇലാ മുഹമ്മദിൻ, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുകയാണ്, മുഹമ്മദിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തൗബ ചെയ്യുകയില്ല, മുഹമ്മദ് നബിയോട് ഞാൻ തൗബ ചെയ്യുകയില്ല, അല്ലാഹുവേ നിന്നോട് ഞാൻ തൗബ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫൽ ഹഖ്ഖ ലി അഹ്ലി, ഹഖിനെ അതിന്റെ അഹ്ലികാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞവനാണ്. ഓരോ ഹക്കും ആർക്കുള്ളതാണോ അത് മനസ്സിലാക്കിയവനാണ് ആര്, ഈ മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ ഈ വാക്യത്തെ ആരംഗീകരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. തൗബ ചെയ്യുക എന്നുള്ളത്, പാപമോചനം അർത്ഥിക്കുക എന്നുള്ളത് ആരോട് നടത്തേണ്ടതാണ്? അള്ളാഹുവിനോട് നടത്തേണ്ടതാണ്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാടില്ലാത്തതാണ് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞതിന് ആരംഗീകരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയപ്പെടുന്ന ഇബാദാത്തുകൾ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹു വല്ലാത്ത ആർക്കും അർപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഈ ഒരു ഭാഗത്തെ അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഷിർക്കുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തെ അദ്ദേഹം പറഞ്ഞു, അശ്ശിർകു ദിദ്ദു തൗഹീദ്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിന് വിരുദ്ധമാണ്. വഹുവ ഇബാദത്തു ഗൈരില്ലാഹി അസ്സ വജല്ല ബിഅയ്യി നൗഇൻ മിൻ അൻവാഇൽ ഇബാദ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇബാദാത്തിന്റെ ഇനങ്ങൾ, ഇപ്പോൾ കുറച്ച് ഇനങ്ങൾ ഇവിടെ പറയുകയുണ്ടായി, അതും അതല്ലാത്തതുമായ ധാരാളക്കണക്കിന് ഇബാദാത്തിന്റെ ഇനങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കലാണ്. അത് കദ്ദബഹി, ബലികർമ്മം നടത്തുന്നത് പോലെ, നേർച്ച നടത്തുന്നത് പോലെ, ഇസ്തിഗാസകൾ അർപ്പിക്കുന്നത് പോലെ, ദുആ ചെയ്യുന്നത് പോലെ, ഏതാകട്ടെ, ഇതുമല്ലാത്ത വഹുവ യൻഖസിമു ഇലാ ഖിസ്മൈൻ. എന്നിട്ട് ഇമാം അവറുകൾ, ശൈഖ് അവറുകൾ പറയുന്നു, ഈ ഷിർക്ക് രണ്ടിനമുണ്ട്. ഒന്ന് ഷിർക്കുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല, ഒന്ന് വലിയ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്ത് കളയുന്ന വലിയ ഷിർക്കാണ്. രണ്ടാമത്തെ ഷിർക്കുൻ അസ്ഗർ ലാ യുഖ്രിജു മിനൽ മില്ല, ചെറിയ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്ത് കളയുകയില്ല, പക്ഷെ യുൻഖിസു തൗഹീദ്, തൗഹീദിനെ എന്ത് ചെയ്യും, കുറവ് വരുത്തും, ഈമാനിൽ കുറവ് വരുത്തും, തൗഹീദിൽ കുറവ് വരുത്തുന്നതായ കാര്യമാണത്. എന്നിട്ട് ഇമാമുകൾ പറയുകയാണ്, വശിർക്കുൽ അസ്ഗറു അലാ ഖിസ്മൈൻ, ഷിർക്കുൽ അസ്ഗർ രണ്ട് രീതിയിലുണ്ട്, രണ്ടിനമുണ്ട്. ഒന്ന് ഷിർക്കുൻ വാഹിറുൻ ഫിൽ അൽഫാൽ, ഒന്ന് ലഫ്ളുകളിൽ പ്രകടമായ ഷിർക്കാണ്, ലഫ്ളുകളിൽ പ്രകടമായി സംഭവിക്കുന്ന ഷിർക്കാണ്. മിഥിലുൽ ഹലിഫി ബിഗൈരില്ല, ഇമാം അവറുകൾ വിശദീകരിച്ചതുപോലെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക. അതേപോലെ തന്നെ വഖൗലു മാ ശാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്നതായ വാക്യം പോലെ. വഖൗലു വമാലി ഇല്ലല്ലാഹു വഅൻത, എനിക്ക് അള്ളാഹു നീയുമല്ലാതെ വേറെ ആരുമില്ല എന്ന വാക്കുപോലെ. വഇൻ കാന ലം യൻവി ബിഖൽബിഹി ഹാദൽ ലഫ്, അപ്പോ ഈ വാക്കുകൾ പറഞ്ഞാൽ തന്നെ എന്താണ്, അത് ചെറിയ ഷിർക്കാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തിട്ടില്ല എങ്കിലും, ഷിർക്കിനെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ശരി, ഫഹുവ ഷിർക്കുൻ ഫിൽ അൽഫാദി ലാ ഫിൻ നിയ്യാത്ത്, അതെന്താണ്, ലഫ്ളുകളിൽ പ്രകടമാകുന്ന ഷിർക്കാണ്, മനസ്സിലൊന്നും അവന്റെ ഉള്ളിലൊന്നുമില്ല. അവൻ അങ്ങനെ പറഞ്ഞപ്പോ, എനിക്ക് അള്ളാഹു നീയുമല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ അവനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. പിന്നെന്താണ്, അവനോടുള്ളൊരു സ്നേഹം കൊണ്ട് വെറുതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ പറഞ്ഞു പോകുന്നതിനാണ് എന്ത് പറയണേ, ചെറിയ ഷിർക്കായിട്ട് മാറുന്നത്. നേരെ മറിച്ച് അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആക്കിയതാണെങ്കിൽ വലിയ ഷിർക്കായി മാറും. ഇനി ഇതാണിപ്പോ ചെറിയ ഷിർക്കുകളിൽ ഒരെണ്ണം, ഒരിനം, ഷിർക്കുൻ വാഹിറുൻ ഫിൽ അൽഫാൽ, ലഫ്ളുകളിൽ പ്രകടമാകുന്നതായ ഷിർക്ക്, മനസ്സിലൊന്നുമില്ല. രണ്ടാമത്തെ വഷിർക്കുൻ ഫിൻ നിയ്യാത്തി ലാ ഫിൽ അൽഫാൽ, ചെറിയ ഷിർക്കിന്റെ തന്നെ വേറൊരു ഇനമാണ്. അത് മനസ്സിലുണ്ടാകും, പക്ഷെ എന്തുണ്ടാവില്ല, ലഫ്ളിൽ വരികയില്ല. അതേതാണ്,
മിസ്ലു റിയ, കഴിഞ്ഞ ദർസിൽ നാം വിശദീകരിച്ചതുപോലെ റിയാ പോലെ. വരിയാഉ യകൂനു ഫിൽ ഖൽബി വലാ യദ്ഹർ. റിയാ എവിടെയാണ് ഉണ്ടാകുന്നത്? ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. അതെന്താവൂല, മനസ്സിലേക്ക് പ്രകടമാവില്ല. അവന്റെ മനസ്സിലുള്ള ലക്ഷ്യമാണത്, ആളുകളെ കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രശസ്തി, ഇതൊക്കെ മോഹിക്കുന്നത് ഹൃദയത്തിലുള്ളതാണ്. എന്ത് ചെയ്യില്ല, പുറത്ത് പ്രകടമായി കാണുകയില്ല. വഹുവ ശിർകുൻ അസ്ഗർ, അതെന്താണ്? ചെറിയ ശിർക്കാണ്. ഖല്ലമൻ യുസ്ലിമു മിൻഹു യസ്ലമു മിൻഹു ഇല്ലാ മൻ അഖ്ലസ ലില്ലാഹി അസ്സ വജല്ല ബിനിയ്യതിഹി വഖസ്ദിഹി. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വളരെ കുറവ് മാത്രമാണ്. ഇമാം അവർ വിശദീകരിക്കുന്നു, ഇതിൽ നിന്ന്, ഈ റിയായിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. വലം യുരിദ് മദ്ഹൻ വലാ സനഅൻ മിനൻ നാസ്, ആളുകളിൽ നിന്ന് പ്രശംസയെ, അവർ സ്തുതിക്കുന്നതിനെ, പ്രശംസിക്കുന്നതിനെ ആഗ്രഹിക്കാത്തവർ, അല്ലെങ്കിൽ അവരുടെ പുകഴ്ത്തലുകളെ മോഹിക്കാത്ത ആളുകൾ. വഇന്നമാ യുരീദു വജ്ഹല്ലാഹി സുബ്ഹാന, അല്ലാഹുവിന്റെ വജ്ഹിനെ മാത്രം ആഗ്രഹിക്കുന്നവർ. വലാ യുരീദു തമഅൻ മിൻ മത്വാമിഇദ് ദുനിയ, ദുനിയാവിന്റെ ഏതെങ്കിലും മോഹങ്ങളെ മനസ്സിൽ വെക്കാത്ത ആളുകൾ അമലുകൾ ചെയ്യുമ്പോൾ. വഹാദ നൗഉ മിന ശിർക്ക് സമ്മാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശ്ശിർക്കിൽ ഖഫി, ഈ ഇനം ശിർക്കിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കുൽ ഖഫി എന്ന് പേരിട്ടത്. ലിഅന്നഹു ലാ യഅലമുഹു ഇല്ലല്ലാഹു അസ്സ വജൽ, ഇത് അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ഇത് വാക്കുകളിലൂടെ പുറത്തു വരുന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തികളിലൂടെ പുറത്തു കാണുന്നില്ല. അവന്റെ മനസ്സിലാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അതിന് ഷിർക്കുൻ ഖഫി, ഗോപ്യമായ രഹസ്യമായ ഷിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പേര് വെക്കാൻ കാരണം. അപ്പോ ചെറിയ ഷിർക്കിനെ രണ്ടായിട്ട് വേർതിരിച്ചു. ഒന്ന് പ്രകടമായ അൽഫാദുകളിൽ വരുന്നത്, വാക്യങ്ങളിൽ വരുന്നത്, അവിടെ നെയ്യത്തിന് പ്രസക്തി ഉണ്ടാവുകയില്ല. രണ്ടാമത്തേത് മനസ്സിൽ മാത്രമുള്ളത്, പ്രത്യക്ഷത്തിലൊന്നും കാണുകയില്ല, റിയാ പോലെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹുവിനെ കൂടാതെ വേറെ ആരെങ്കിലും കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. വമൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്, ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. വൽ ഹലിഫു തഅദീമുൽ ലിൽ മഹലൂഫ്, ഇവിടെ ഒരാളെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സത്യം ചെയ്യപ്പെടുന്നവന് കൊടുക്കുന്ന ബഹുമതിയാണത്, ബഹുമാനമാണ്. ഫലാ യുഅദമു ഇല്ലല്ലാഹു അസ്സ വജൽ, അങ്ങനെ ബഹുമാനിക്കപ്പെടാൻ അർഹൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ചെറിയ ഷിർക്കിന്റെ, ലഫ്ലിയായി സംഭവിക്കുന്ന ചെറിയ ഷിർക്കിന്റെ ഇനങ്ങളാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞത് രണ്ടിനം. ഇനി മുസന്നിഫ് റഹ്മഹുല്ലാഹ് വീണ്ടും പറയുകയാണ്, വഅമ്മ ശിർക്കു ഫിൽ ഇറാദാതി വന്നിയ്യാതി, ഇനി ഇറാദാത്തുകളിലും നിയ്യാത്തുകളിലുമുള്ള ഷിർക്ക്. ഷിർക്കിനെ ആദ്യം മൂന്നായിട്ട് വേർതിരിച്ചു. ഒന്ന് ഫിഅലുകളിൽ, പ്രവർത്തികളിൽ സംഭവിക്കുന്നത്, ലഫ്ലുകളിൽ സംഭവിക്കുന്നത്, മൂന്നാമത് പറഞ്ഞ എന്താണ്? നിയ്യത്തുകളിൽ സംഭവിക്കുന്നത്. ആ നിയ്യത്തുകളിൽ സംഭവിക്കുന്നതാണ് ശേഷം പറയുന്നത്. വഅമ്മ ശിർക്കു ഫിൽ ഇറാദാതി വന്നിയ്യാത്, ഉദ്ദേശങ്ങളിലും നിയ്യത്തുകളിലും സംഭവിക്കുന്ന ഷിർക്ക്. ഫദാലികൽ ബഹർ അല്ലദീ ലാ സാഹില ലഹു, അറ്റമില്ലാത്ത, തീരമില്ലാത്ത ഒരു വലിയ ബഹറാണ് എന്ത്? നിയ്യത്തുകളിൽ സംഭവിക്കുന്ന ഈ ഷിർക്ക്. വഖല്ല മൻ യൻജു മിൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ കുറവ് മാത്രമാണ്. അപ്പോ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഷിർക്കുകൾ ഏതെങ്കിലും കർമ്മങ്ങളിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ നിയ്യത്തുകളുമായി ബന്ധപ്പെട്ടത് അത് വളരെ വ്യാപകമാണ്. ഏത് കർമ്മവുമായിട്ടും അതിന് ബന്ധമുണ്ടാവും. ഒരാൾ സുജൂദ് ചെയ്യുന്നു അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടിക്ക്, അത് അവിടെ പരിമിതമാണ്. എന്നാൽ മനസ്സുകളിൽ സംഭവിക്കുന്ന റിയാ പോലുള്ള ഇതുപോലുള്ള ഷിർക്ക് അത് വളരെ വ്യാപകമാണ്. വളരെ വ്യാപകമാണെന്ന് പറഞ്ഞാൽ ഷേഖ് മുസന്നിഫ് പറയുകയാണ്, ബഹർ പോലെ, സമുദ്രം പോലെ, അറ്റമില്ലാത്ത സമുദ്രം പോലെയാണ്. നമസ്കരിക്കുമ്പോൾ അത് വരാം, നോമ്പെടുക്കുമ്പോൾ വരാം, സക്കാത്ത് കൊടുക്കുമ്പോൾ വരാം, ഹജ്ജ് ചെയ്യുമ്പോൾ വരാം, ഇൽമു പഠിക്കുമ്പോൾ വരാം, ഏത് അമലുമായിട്ടും നിന്നുണ്ടാവും, ബന്ധമുണ്ടാകും. അതുകൊണ്ടാണ് അത് വളരെ അറ്റമില്ലാത്ത, വ്യാപിച്ചു കിടക്കുന്നതാണെന്ന് പറയുന്നത്. ഫമൻ അറാദ ബിഅമലിഹി ഗൈറ വജ്ഹില്ലാ, അപ്പോൾ അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത ഒന്നിനെ അവന്റെ അമല് കൊണ്ട് അവൻ ആഗ്രഹിച്ചാൽ, വനവാ ശൈഅൻ ഗൈറ തഖർറുബി ഇലൈഹി, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ എന്ത് ചെയ്തു, ഒരു അമല് കൊണ്ട് ഒരാൾ ആഗ്രഹിച്ചാൽ, വതലബൽ ജസാഅ മിൻ, അതേപോലെ അതിൽ നിന്നുള്ളതായ ജസാഇൻ, എന്തെങ്കിലും പ്രതിഫലത്തെ ആരെങ്കിലും തേടിയാൽ, ഫഖദ് അശ്റക ഫീ നിയ്യതിഹി വ ഇറാദതിഹി, അവന്റെ നെയ്യത്തിലും അവന്റെ ഉദ്ദേശത്തിലും ചെയ്തിരിക്കുന്നു, അള്ളാഹുവിനോട് അവൻ പങ്കു ചേർത്തിരിക്കുകയാണ്. വൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന് പറയുന്നത് അൻ യുഖ്ലിസ ലില്ലാഹി ഫി അഫ്ആലിഹി
വ അഖ്വാലിഹി വ ഇറാദതിഹി വ നിയ്യതിഹി. നേരത്തെ പറഞ്ഞ ഷിർക്കിന്റെ വിപരീതമായി ഇഖ്ലാസ് എന്നുള്ളത് പ്രവർത്തികളിലും വാക്കുകളിലും നിയ്യത്തുകളിലും എല്ലാം എന്ത് ചെയ്യുക, നിഷ്കളങ്കത, ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. വഹാദിഹി ഹിയൽ ഹനീഫിയ്യത്തു മില്ലത്തു ഇബ്രാഹിം. ഇതിനാണ് ഹനീഫിയ്യത്ത് എന്ന് പറയുന്നത്. അതിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, മാർഗം എന്ന് പറയുന്നത്. അല്ലതി അമറ അല്ലാഹു ബിഹാ ഇബാദഹു കുല്ലഹും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഴുവൻ അടിമകളോടും ആവശ്യപ്പെടുന്നത്, അവരോട് കൽപ്പിക്കുന്നത് ഈ രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ, അവന്റെ പ്രതിഫലമല്ലാതെ വേറെ ഒന്നിനെ എന്ത് ചെയ്യാതിരിക്കുക, കാക്ഷിക്കാതിരിക്കുക. വലാ യഖ്ബലു മിൻ അഹദിൻ ഗൈറഹ. ഇങ്ങനെ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവർത്തികൾ, വാക്കുകൾ, ഉദ്ദേശങ്ങൾ അതല്ലാത്തതിനെ അള്ളാഹു എന്ത് ചെയ്യൂല, സ്വീകരിക്കുകയില്ല. വഹിയ ഹഖീഖത്തുൽ ഇസ്ലാം. ഇങ്ങനെ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്, വാക്കിലും പ്രവൃത്തിയിലും ഉദ്ദേശത്തിലും ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഈ ദീനിനെ, ഇങ്ങനെയുള്ള ഇസ്ലാം ദീനിനെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ദീനിനെ ആരെങ്കിലും തേടിയാൽ അത് എന്ത് ചെയ്യൂല, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ആഖിറത്തിൽ അതിനുള്ള പ്രതിഫലവും നൽകപ്പെടുകയില്ല. ആഖിറത്തിൽ എന്ത് ചെയ്യും, അവൻ പരാജയപ്പെട്ടവനായി മാറുകയും ചെയ്യും. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ പേരിൽ എന്ത് ഉണ്ടാവും, ഒരു പക്ഷെ ശിക്ഷയും ഉണ്ടാകും. നിർബന്ധമായ ഒരു കാര്യമാണ് ഒരാൾ എന്ത് ചെയ്തത്, റിയായിലൂടെ ബാത്തുലാക്കിയത് എങ്കിൽ ആ നിർബന്ധമായ കാര്യം അവൻ എന്ത് ചെയ്തിട്ടില്ല, അനുഷ്ഠിച്ചിട്ടില്ല. അപ്പൊ അതിന്മേൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. വഹിയ മില്ലത്തു ഇബ്രാഹിം അല്ലതി മൻ റഗിബ അൻഹാ ഫഹുവ മിൻ അസ്ഫഹി സുഫഹാ. ഇങ്ങനെ ദീൻ മുറുകെ പിടിക്കുന്നതിനാണ്, വാക്കുകളും പ്രവർത്തികളും ഉദ്ദേശങ്ങളും അള്ളാഹുവിന് സമർപ്പിക്കുന്നതിനാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. അതിനെ ആരെങ്കിലും വെറുത്താൽ, അതിനെ തൊട്ട് ആരെങ്കിലും തെറ്റിക്കളഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. ഇപ്പോ ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. എന്തുകൊണ്ട് ഷിർക്ക് ഏറ്റവും കഠിനമായ, പൊറുക്കപ്പെടാത്ത പാപമായി മാറുന്നു എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇമാം ഒരു മുന്നോടിയായിട്ട് പറഞ്ഞതാണ്, ഒരു മുഖദ്ദിമയായിട്ട് പറഞ്ഞതാണ്. ഷിർക്കിന്റെ ഗൗരവം എന്താണ് എന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പറഞ്ഞത്. ഇനി അതിനുശേഷം അതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഇമാം അവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തുടർന്നുള്ള ദർസുകളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.